ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയുമായിട്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിലേക്ക് പ്ലാന്റ്സൊക്കെ എല്ലാം പ്ലാന്റ് ചെയ്യാനായിട്ട് അതിനുള്ള വളവും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ള പോകുന്ന വഴിയാണ്. കുരു കഴിക്കണ്ടെന്ന് ഇതെന്നിട്ടാ ഹിംബീറയാണോ? ഹിംബീറ എന്നാണോ ഇതിനെ പറയാ? പുളിയാണത്. സമ്മറിലാണ് ഈ കാണുന്ന ഹിംബീറെ അതുപോലെ തന്നെയുള്ള മുന്തിരിയും എല്ലാം ഇവിടെ നന്നായിട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ മുന്തിരിയൊക്കെ കണ്ടിരുന്നു, ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിരുന്നു. അതിന് ശേഷം സൂപ്പർ മാർക്കറ്റിലെത്തി. ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം കണ്ടത്, ബ്ലൂമിനെർദെ. അതായത് ഇവിടെ നമുക്ക് വീട്ടിലൊക്കെ ചെടികളൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മണ്ണ്, ഈ ഒരു എർദെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇത് കൊക്കോസ് ഉണ്ട്, അതായത് നമ്മുടെ നാട്ടിലെ ചകിരിച്ചോറ് എന്നുള്ള പറയുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അതും ഇവിടെ അവൈലബിൾ ആണ്, പാക്കറ്റിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ പൊതുവേ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് മണ്ണെല്ലാം നമുക്കങ്ങനെ പുറത്തുനിന്നും അങ്ങനെ എടുക്കാനോ പിടിക്കാനൊന്നും പാടില്ല. സോ നമ്മളിങ്ങനെ മണ്ണ് ഒന്നും അല്ലെങ്കിൽ സാക്കിലായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടോ വാങ്ങി വെക്കണം. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള വളവും അതുപോലെ തന്നെയുള്ള അതിൻ്റെ സ്പ്രേകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇതാണ് ഡുങ്ങർ, അതായത് യൂണിവേഴ്സൽ പ്ലാന്റ്സ് ആൻഡ് ഡുങ്ങർ. അതിൽ തന്നെ ബയോ, അതിൽ തന്നെ 3-4 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ബയോ വാങ്ങാനായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ കോക്കോസിൻ്റെ ഈ ഒരു എർദയും വാങ്ങിയിരുന്നു. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഇത് ഒബ്സ്റ്റിനും ഗമൂസയ്ക്കും, അതായത് ഇവിടുത്തെ വെജിറ്റബിൾ പ്ലാന്റ്സിനും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിനുമാണ് ഈ ഒരു ഡുങ്ങർ യൂസ് ചെയ്യുന്നത്. ഓരോ പ്ലാന്റ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡുങ്ങറാണ് അവരവിടെ സൂപ്പർ മാർക്കറ്റിൽ എഴുതി അതിൽ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്നത് ബ്ലൂമിന് വേണ്ടി മാത്രമാണ്, അതായത് പൂക്കളുടെ പ്ലാന്റ്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഡുങ്ങറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡുങ്ങറാണ് എടുത്തത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കോക്കോസ് എർദയും എടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു മണ്ണ് നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചിങ്കാരി വളരെ നാളായിട്ട് പറയാറുണ്ടായിരുന്നു, അവൾക്കും ഇതുപോലെ ഗാർഡനിങ്ങിനൊക്കെ വളരെ താല്പര്യമുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയും വന്നിരുന്നിരുന്നു ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇതുപോലെ 2 ബ്രിക്കായിട്ടാണ് ഈ ഒരു പാക്കറ്റിൽ ഇത് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് അവർ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന പോലെ കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കണം. അതിന് ശേഷമാണ് ഇത് ഈ ഒരു മണ്ണ് ഈ ഒരു കൊക്കോസ് എർദെ ഫോമിൽ, അതായത് നമ്മുടെ ചകിരിച്ചോറിൻ്റെ ഫോമിലേക്ക് ഇത് മാറുന്നത്. ഇതിപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഉള്ള 2 ബ്ലോക്കുകളായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരത്തിന് ശേഷമായപ്പോഴേക്കും ഒരു 1/2-3 മണിക്കൂറോളം എടുത്തു അത് ശരിക്കും ഒന്ന് ഫോമായിട്ട് വരാനായിട്ട്. നമുക്ക് പ്ലാന്റ്സ് എല്ലാം നടുമ്പോൾ ഈ ഒരു ചകിരിച്ചോറ് നമുക്ക് ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിൽ വാട്ടർ കണ്ടൻറ്റ് നിൽക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നല്ല മണ്ണിന് നല്ല ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം കൂടിയാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ചിങ്കാരിയാണ് അത് മിക്സ് ചെയ്യുന്നത്. അവൾ ഇതുപോലെ ക്ലേയിൽ കളിക്കാനും അതുപോലെ തന്നെ മണ്ണിലൊക്കെ കളിക്കാനായിട്ട് പുള്ളിക്കാരിക്ക് നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവൾ തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. എടീ, നീ ഇത് ബക്കറ്റ് സ്റ്റൂളാക്കിയാ? ഇത് ആര് ചെയ്യാറുള്ള പരിപാടി? അത് അപ്പാപ്പയാ? കുരു വെച്ചിട്ട് അപ്പാപ്പ നാട്ടിലിങ്ങനെ ഇരിക്കുക, ബക്കറ്റ് മേടിക്കുക. അതെ, അപ്പാപ്പ സ്റ്റൂൾ ഇട്ടില്ലേ ഇരിക്കാറ്? ആണോ? അങ്ങനെ നമ്മൾ പ്ലാന്റ്സ് എല്ലാം പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. ഈ കാണുന്ന കൊക്കോസ് എർദയും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയ മണ്ണും എല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ഞങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത്. ഇവിടെ മണ്ണ് എന്ന് പറയുമ്പോൾ ഒരു തരം എന്താ പറയുക, നമുക്കൊരു മരത്തിൻ്റെ പൊടിയൊക്കെ പോലെയാണ് മണ്ണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ചുമന്ന മണ്ണ് അങ്ങനെ ഇവിടെ കിട്ടില്ല. ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ആ മണ്ണാണ് ഈ ഇതുപോലെയുള്ള ചെടികളൊക്കെ പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്ന മണി പ്ലാന്റും അതുപോലെ തന്നെ
ഉള്ള പ്ലാന്റുകളെല്ലാം നമ്മൾ പ്ലാന്റ് ചെയ്തിരുന്നു. അത്യാവശ്യം ഒരു മാസം 1-2 മാസം കൂടുമ്പോൾ നമുക്ക് ഈ ഒരു ഡുങ്ങർ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യണം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വിൻ്ററിനേക്കാൾ ഉപരി സമ്മറിലാണ് ഡുങ്ങർ കൂടുതലും തവണകളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഡുങ്ങർ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത് ഓരോ ടൈപ്പും അവർ പറയുന്ന രീതിയിലുള്ള പ്ലാന്റ്സിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലൂമൻ, അതായത് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സിന് സെപ്പറേറ്റ് ആണ്, അതുപോലെ തന്നെ ഒബ്സ്റ്റും ഗമൂസയൊക്കെ ഉണ്ടാകുന്നതിന് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ നല്ല രീതിയിൽ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ്. അത്യാവശ്യം നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇവിടുന്ന് ഫ്രണ്ട്സ് തന്ന പ്ലാന്റ്സുകളും ഉണ്ട്. അലോവേര നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്നുണ്ട്. നമുക്കറിയില്ല അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത്. കാരണം കൂടുതലും കേട്ടിരിക്കുന്നത് അലോവേര നല്ലൊരു ചൂട് ഒക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണെന്നാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു പനിക്കൂർക്കയുടെ ഇലയാണ്. ഈ ഇലച്ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കെല്ലാം ഈ ഒരു കൊമ്പെല്ലാം ഒടിച്ച് അതിൻ്റെ ഇലയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്.